Hello everyone, welcome back to Mary Street. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിഡിലൻ ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ 2-3 ആഴ്ച നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ചോറിന് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ മാങ്ങ വേവിക്കാതെ ജസ്റ്റ് ഒരു 2-3 ദിവസം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത്. നല്ല പുളിയും എരിവും അതേസമയം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചേർക്കുന്ന ചേരുവകൾ. കടുകൊക്കെ പൊടിച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ 1 കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം മൂപ്പുള്ള മാങ്ങയാണ്. കണ്ടില്ലേ, ചെറുതിൽ ചില മാങ്ങ കഷ്ണങ്ങളിലൊക്കെ ഒരു ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. 1 കിലോ മാങ്ങ എടുത്തിട്ട് അത് മാങ്ങാണ്ടി എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തു അരിഞ്ഞു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ 800 ഗ്രാമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഒട്ടും വെള്ളമില്ലാതെ മാങ്ങ കഴുകി അത് വെള്ളമില്ലാതെ തുടച്ച് വെച്ചത് നന്നായിട്ട് ഒരു അരമണിക്കൂർ ചുമ്മാ ഒന്ന് തുറന്നു വെച്ച് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ അരിഞ്ഞെടുത്തത്. ഇനി അതൊരു കുപ്പിക്കകത്തേക്ക് ഇട്ട് വയ്ക്കുകയാണ്. മാങ്ങയും ഉപ്പും, കല്ലുപ്പാണ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത് കേട്ടോ. മാങ്ങയും ഉപ്പും ഇടവിട്ട് ഒരു കുപ്പിക്കകത്തിട്ടിട്ട് ഒരു 2-3 ദിവസം നമുക്കൊന്ന് അടച്ചു വെക്കണം. ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കണം എല്ലാ ദിവസവും. അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും ആകാൻ വേണ്ടി. അപ്പോൾ ഈ മാങ്ങാച്ചാറിലേക്കുള്ള വെള്ളം നമുക്ക് അങ്ങനെ കിട്ടും. ഈ ഉപ്പും അലിഞ്ഞിട്ട് ആ മാങ്ങയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ഈ മാങ്ങയും ഉപ്പും ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്യുകയാണ്. ഏകദേശം ഒരു 3-3.5 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടീസ്പൂൺ ഉപ്പ് വരെയാണ് ഞാൻ ഈ സമയത്ത് ചേർത്തത്. കല്ലുപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഉപ്പ് ഒരുപാടധികം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പം 1 കിലോ മാങ്ങയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്, അപ്പോൾ ഒരു 100 ഗ്രാമോളൊക്കെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നാൾ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ അധികം ഉപ്പ് ചേർക്കുന്നില്ല, പാകത്തിന് ഉപ്പാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് അത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാം ലെയർ ചെയ്ത് അടച്ചു വെച്ചു. ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു. അത് നന്നായിട്ട് എല്ലാ ദിവസവും ഒന്ന് കുലുക്കി കൊടുക്കണ്ടായിരുന്നു കേട്ടോ. ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് ചെറുതായി വറുത്തെടുക്കാം. അപ്പം ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വറുക്കുമ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും, കയ്പ്പ് കൂടി നിൽക്കും, കരിഞ്ഞ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 1/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ പെരിഞ്ജീരകം, ഇതും നന്നായി ഒന്ന് മിക്സ് വറുത്തെടുക്കുക. പെരിഞ്ജീരകം അങ്ങ് ഇട്ട പാട് ചട്ടി നല്ല ചൂടായി കിടക്കല്ലേ, പെട്ടെന്ന് തന്നെ ഒന്ന് മുരി കേട്ടോ. ഫുൾ പൊട്ടാനൊന്നും നിൽക്കണ്ട. നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ എടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും, അതായത് ഒരു 5 ടേബിൾ സ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്രയായാലും മതി. കടുകും നന്നായി ഒന്ന് ചൂടാക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. നല്ല ചൂടായി വരുമ്പോഴേക്കും അതിങ്ങ് എടുക്കാം. ഒരു പൊട്ടി തുടങ്ങുമ്പോഴേക്കും എടുക്കാം, ഫുള്ള് പൊട്ടാൻ വെയിറ്റ് ചെയ്യണ്ട. ഇനി ഇതൊന്ന് തണുക്കട്ടെ, നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം ചട്ടിയിലേക്ക് ഞാൻ ഈ അച്ചാറിന് വേണ്ടിയിട്ടുള്ള നല്ലെണ്ണ, ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് നല്ലെണ്ണ ചൂടാക്കുന്നുണ്ട്. എന്നാലും ഒരു 1/2 കപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 1/4 കപ്പ് മുഴുവനും ഉപയോഗിക്കുന്നില്ല ഇതിലേക്ക്. അപ്പോൾ ഒരു 1/2 കപ്പ് നല്ലെണ്ണയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായി ഒന്ന് പുക വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കങ്ങ് ഓഫ് ചെയ്തിടാം. ഫുള്ള് പുക വരാൻ വെയിറ്റ് ചെയ്യേണ്ട. പുക വന്ന് തുടങ്ങുമ്പോഴേക്കും അങ്ങ് ഓഫ് ചെയ്തിടാം. അതും നന്നായി തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ 4ാമത്തെ ദിവസം നമ്മൾ ഈ പണിയൊക്കെ ചെയ്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ ഈ പരുവത്തിനായിട്ടുണ്ട്. ഇത്രയും വെള്ളം ഊറി വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് അധികം ഇടുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ മുങ്ങി അങ്ങനെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ആ വെള്ളത്തിലേക്ക് നമുക്ക് പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. മാങ്ങ നല്ല ക്രിസ്പി ആയിട്ടാണ്. ഈ നല്ല ക്രിസ്പിന്ന് നല്ല കടിക്കുമ്പോൾ നല്ല കടി കിട്ടുന്ന പരുവത്തിനാണ് ഈ മാങ്ങ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകും അതുപോലെ ഉലുവയും അതുപോലെ പെരിഞ്ജീരകവും, അത് 3ഉം കൂടെ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ഇതായിരിക്കും കേട്ടോ ഈ അച്ചാറിന് കൊടുക്കുക. നമ്മൾ കഴിക്കുമ്പോൾ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യൊന്നുമില്ല, പക്ഷേ ആ ഒരു ബ്ലെൻഡ് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ ഒരു ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാങ്ങയുടെ അരിച്ചെടുത്ത വെള്ളത്തിലിട്ടിട്ട് ഈ പൊടികളെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാക്കി തണുത്ത് വെച്ചിരിക്കുന്ന നല്ലെണ്ണയിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒന്ന് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അച്ചാർ ഇട്ട് വയ്ക്കുമ്പോഴേക്കും കുറച്ചൊരു ഡ്രൈ ഫീലിംഗ് ആണ് ഉണ്ടാവുക കേട്ടോ, അധികം വെള്ളം ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് ഇരുന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നല്ല ആവശ്യത്തിന് നല്ലൊരു ഗ്രേവി കിട്ടും നമുക്ക് അച്ചാറിന്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ആ മാങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഇങ്ങ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, എന്ന് വെച്ചാൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ 1-2 ഇത് എടുത്ത് വെച്ചിട്ടാണ് പിന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്, ആ കടുകിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിയിട്ട്. ഇപ്പോൾ തന്നെ കഴിക്കുകയാണെങ്കിൽ ആ കടുകിൻ്റെ ഒരു കുത്തലും കയ്പും ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്തേക്കിന് ഇത് ചീത്തയാവാതിരിക്കണമെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതിരിക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്കിതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ. കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് ഇങ്ങനെ എയർ ടൈറ്റായിരിക്കുന്ന കുപ്പിയിലേക്ക് മാറ്റരുത് കേട്ടോ. ഞാൻ ആദ്യം ഈ കുപ്പിയിൽ മാറ്റിയപ്പോൾ എയർ ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിങ്ങനെ കടുക് പരിപ്പ് എന്ന് കടുക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഈ വെള്ളത്തിലാവുമ്പോൾ അത് നന്നായിട്ട് വീർക്കും. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ക്വാണ്ടിറ്റി ഭയങ്കര കൂടി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് എയർ ടൈറ്റ് ആവരുത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഡേ ആയപ്പോൾ വാഷറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബോട്ടിലിൻ്റെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും അങ്ങ് ഫില്ല് ചെയ്തു. ഞാൻ അത്രയും ഫില്ല് ചെയ്യണ്ട, ഒരു 1/4 ഭാഗത്തൊക്കെ അതിൻ്റെ താഴെ ആയാലും ഫില്ല് ചെയ്താൽ മതി. കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. കാരണം ഈ കടുകും ഉലുവയെല്ലാം കൂടെ വീർത്തിട്ട്, കടുക് നമ്മൾ ഒരുപാട് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീർത്ത് വരും വെള്ളത്തിലാവുമ്പോഴേക്കും. അപ്പോൾ അത് കുപ്പി ശ്രദ്ധിക്കുക, ഒരു 1/4 ഭാഗത്തിലും താഴെ നിറച്ചാൽ മതി കേട്ടോ അച്ചാറ്. ഞാൻ എന്നിട്ട് 2ാമത്തെ ദിവസമായപ്പോൾ അതങ്ങ് മാറ്റുകയാണ് ചെയ്തത് മുകളിൽ നിന്ന് കുറച്ച്, കാരണം ഇത് പൊങ്ങി പുറത്തേക്ക് വരുമായിരുന്നു. ഇതാണ് നമ്മുടെ അച്ചാർ. അപ്പം അങ്ങനെ നന്നായിട്ട് സെറ്റാക്കി. ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊന്നും വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വിനീഗറും ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം തൊടാതെ ഡ്രൈ ആക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാം. ഒരു 2 ആഴ്ചയോളമാണ് ഞാൻ വെച്ചത്. 1-1.5 ആഴ്ച വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ഈ കടുകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ല ബ്ലെൻഡായി നല്ലൊരു ഗ്രേവി ആയി വരും അച്ചാർ. ഇനി ബാക്കി കുറച്ചുകൂടെ നല്ലെണ്ണ ഇതിൻ്റെ മേലേക്ക് അങ്ങ് ഒഴിച്ച് വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ മൊത്തത്തിൽ 1/2 കപ്പ് നല്ലെണ്ണയാണ് ഉപയോഗിച്ചത് കേട്ടോ. ഇതങ്ങ് അടച്ച് ഒരു അധികം വെളിച്ചമൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറൊന്ന് തുറന്ന് നോക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം തുറന്നായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ ആ വാഷറൊന്ന് മാറ്റി. അതുപോലെ തന്നെ കുറച്ച് അച്ചാറൊന്ന് മുകളിൽ നിന്ന് എടുത്ത് മാറ്റി, കാരണം ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ആയി വന്നു. അപ്പോൾ നമ്മുടെ അച്ചാർ ഇരിക്കണുണ്ടല്ലോ, നല്ല കൊതിയൂറുന്ന അച്ചാറാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ കുപ്പിയിലേക്കാണ് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയത്. അതിനകത്തൊരു 1/4 ഭാഗം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള അച്ചാറാണ് ഈ ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാങ്ങാച്ചാറാണ്, നമ്മൾ ഒരുപാട് ഓവറായിട്ട് ഉപ്പും ചേർത്തിട്ടില്ല, ചീത്തയാവാൻ ചാൻസ് ഉണ്ട് വിനീഗറും കൂടെ ചേർക്കാത്തത് കൊണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും സേഫ്. കാരണം നമ്മൾ എന്നും അച്ചാർ കഴിക്കില്ലല്ലോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ അത് പുറത്തിരിക്കുമ്പോൾ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തീരുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല കൊതിയൊന്നുമില്ല, കണ്ടിട്ട് തന്നെ കൊതിയാവും ഈ അച്ചാർ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മാങ്ങയുടെ സീസണൊക്കെ അല്ലേ. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തന്നേക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.